കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള 43-ാം വാർഡിലെ നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അതിക്രമിച്ചു കയറി മതപരമായ ചടങ്ങ് നടത്തി മതസൗഹാർദ്ദം തകർക്കാനും ശ്രമിച്ച 43-ാം വാർഡിലെ UDF കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI കായംകുളം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പോലീസ് നഗരസഭയ്ക്ക് മുന്നിൽ തടഞ്ഞു. കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള 43-ാം വാർഡിലെ നഗര ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അതിക്രമിച്ചു കയറി മതപരമായ ചടങ്ങ് നടത്തി മതവിദ്വേഷമുണ്ടാക്കാനും നാടിന്റെ മതസൗഹാർദ്ദം തകർക്കാനും ശ്രമിച്ച 43-ാം വാർഡിലെ UDF കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI കായംകുളം ബ്ലോക്ക് കമ്മിറ്റി കായംകുളം നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് പോലീസ് നഗരസഭയ്ക്ക് മുന്നിൽ തടഞ്ഞു. തുടർന്ന് നഗരസഭാ കവാടത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ ഉദ്ഘാടനം ചെയ്തു. ആ സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടകൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന നിലയിലാണ് ചില മുസ്ലിം മത തീവ്രവാദികൾ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിം മത തീവ്രവാദത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള SDPI ആണ് ഒരു ന്യൂനപക്ഷ വർഗീയത കേരളത്തിനകത്ത് പ്രചരിപ്പിക്കുന്നതിൽ മുൻകൈ കൊടുക്കുന്നത്. മുസ്ലിം ലീഗിനകത്തെ ഒരുപറ്റം ആളുകൾ SDPIയുടെ ചാരന്മാരാണ് എന്നും SDPIയുടെ പ്രവർത്തകരാണെന്നുമുള്ള ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ വസ്തുതാപരമായി ശരിവെക്കുന്ന നിലയിലാണ് കായംകുളത്തെ നഗരസഭാ കൗൺസിലർ നവാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ച. നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാർ ചടങ്ങുകളിൽ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ആ സർക്കാർ ചടങ്ങുകളിൽ ഒരു കാരണവശാലും മതപരമായ ആചാരങ്ങൾ നടത്താൻ പാടില്ല എന്ന ആ ഒരു നിയമം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഗവൺമെൻറ് പണം മുടക്കി നിർമ്മിച്ച ഹെൽത്ത് സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിൽ ആ ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് ആ സ്ഥാപനത്തിൽ അനധികൃതമായി കടന്നുപറ്റി തൻ്റെ മതത്തിൻ്റെ ആചാരങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം നവാസ് എന്ന് പറയുന്ന കൗൺസിലർ നടത്തിയിട്ടുള്ളത്. എല്ലാ ആരാധനകളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്നവരാണ് DYFI. പക്ഷെ ഒരു സർക്കാർ ചടങ്ങിൽ ഒരു മതത്തിൻ്റെ മാത്രം ആചാരം നടത്തിയതുകൊണ്ട്, പ്രാർത്ഥന നടത്തിയതുകൊണ്ട് തന്നെ കേരളത്തിൽ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടിയിരിക്കുന്ന RSSന് തിരികൊളുത്തിക്കൊടുക്കുന്ന മാനസികാവസ്ഥയിലാണ് നവാസ് എന്ന് പറയുന്ന കൗൺസിലർ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് കേവലമായ നിലയിൽ ഏതെങ്കിലും നിലയിലുള്ള അറിവില്ലായ്മയുടെ ഭാഗമല്ല. ഇത് ബോധപൂർവമായി കായംകുളത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കാൻ, ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ ചേരിതിരിവ് സൃഷ്ടിക്കാൻ, ആലപ്പുഴയുടെയും കായംകുളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ അട്ടിമറിക്കാൻ മുസ്ലിം മത തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് നവാസ് എന്ന് പറയുന്ന കൗൺസിലർ പ്രവർത്തിച്ചിട്ടുള്ളത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി CA അഖിൽകുമാർ, സന്ദീപ് ചന്ദ്രൻ, ഷിബുദാസ്, S സനൂജ്, S അഖിൽകുമാർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.